നമസ്തേ, ഞാൻ ശിവൻ, പാല ബ്രില്യൻ സ്റ്റഡി സെന്ററിൽ നിന്നും. ഇന്ത്യയിലെ പ്രൊഫഷണൽ വിദ്യാഭ്യാസ മേഖല അതിസമ്പുഷ്ടമാണ്. എഞ്ചിനീയറിംഗ് മേഖലയിൽ 23 IITകളിലായി 16,000-ഓളം ബിടെക് സീറ്റുകൾ, 31 NITകളിലായി 23,000-ഓളം ബിടെക് സീറ്റുകൾ. അതുകൂടാതെ IIST, IISc, ഐസർ, IIIT, നൈസർ, ബിറ്റ്സ്, അതുപോലെ തന്നെ ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാമുകളുടെ സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ. മെഡിക്കൽ വിഭാഗത്തിലാണെങ്കിൽ എയിംസിൽ 19 മെഡിക്കൽ കോളേജുകളാണുള്ളത്, 1,800-ഓളം സീറ്റുകൾ. ജിപ്മർ 2 ക്യാമ്പസുകൾ, AFMC ഉൾപ്പെടെ 85,000-ഓളം MBBS സീറ്റുകളാണ് ഇന്ന് ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അതുകൂടാതെ BDS, അഗ്രികൾച്ചർ, വെറ്റിനറി, ആയുർവേദം, ഹോമിയോ, ഇപ്പോഴാണെങ്കിൽ നേഴ്സിംഗ് തുടങ്ങി ഏത് ലോക രാജ്യങ്ങളോടും കിടപിടിക്കുന്ന പ്രൊഫഷണൽ വിദ്യാഭ്യാസ മേഖലയാണ് ഇന്ന് ഇന്ത്യയിലുള്ളത്. ഈ മേഖലകളിലേക്ക് നമ്മുടെ കുട്ടികളെയും കൈപിടിച്ചുയർത്തുവാൻ ബ്രില്യൻ പാല അവതരിപ്പിക്കുന്നു IIT എയിംസ് 2024. 2024 നടക്കുന്ന JEE അഡ്വാൻസ്ഡ്, JEE മെയിൻ, നീറ്റ്, ഐസർ, നൈസർ, അതുപോലെ ബിറ്റ്സ്, ഇങ്ങനെ വിവിധ എൻട്രൻസുകൾക്ക് നമ്മുടെ കുട്ടികളെ സജ്ജരാക്കുവാൻ ഈ പ്രോഗ്രാം IIT എയിംസ് 2024. ഇപ്പോൾ 10ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്കായി അവരുടെ +1, +2 പഠനത്തോടൊപ്പം 2 വർഷം റെഗുലർ എൻട്രൻസ് കോച്ചിങ് പ്രോഗ്രാം. +1, +2 പഠനത്തോടൊപ്പം ഇത് സാധ്യമാകുമോ, അത് കഴിഞ്ഞിട്ട് പോരെ എൻട്രൻസ് പഠനം എന്ന് കരുതുന്നവരോട് ഒരു വാക്ക്. കേരളത്തിന് പുറത്ത് ഇതര സംസ്ഥാനത്തിലെ കുട്ടികളെ 5ാം ക്ലാസ് കഴിയുമ്പോഴേ ഈ പരിശീലനം ആരംഭിക്കുകയും ഇന്ത്യയിലെ പൈനിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ അവർ കൂടുതലായി അഡ്മിഷൻ എടുക്കുകയും ചെയ്യുന്ന പ്രവണത ഇപ്പോൾ നിലവിലുണ്ട്. കേരളീയർ സാധാരണയായി 12ാം ക്ലാസ് കഴിയുമ്പോഴാണ് ഇനി എന്ത് എന്ന് ചിന്തിക്കുന്നത്. കൂടാതെ നമ്മൾ കുടുംബ ബന്ധങ്ങൾക്ക് കൂടുതൽ വില കൽപ്പിക്കുന്നത് കൊണ്ട് മാതാപിതാക്കളുടെ ചിറകിനടിയിൽ നിന്നും അവരെ പഠിക്കാൻ വിടുന്നതാകട്ടെ 12ാം ക്ലാസ്സിന് ശേഷവും. അത് പോരാ, നാം ആദ്യം പറഞ്ഞ ഇന്ത്യയിലെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അഡ്മിഷൻ എടുക്കുവാൻ കേരളത്തിലെ ഏറ്റവും മിടുക്കരായ വിദ്യാർത്ഥികളെ കണ്ടെത്തുവാനും അവരെ അതിന് സ്വയം പര്യാപ്തരാക്കുവാനും പ്രതിജ്ഞാബദ്ധരായി ബ്രില്യൻ പാല ഈ വരുന്ന 2021 ഒക്ടോബർ 9-ാം തീയതി കേരളത്തിലെ എല്ലാ ജില്ലകളിലും വെച്ച് ഓഫ്ലൈൻ ആയിട്ടോ, കോവിഡ് സാഹചര്യങ്ങൾ അനുകൂലമല്ലെങ്കിൽ ഓൺലൈനായോ സ്ക്രീനിംഗ് ടെസ്റ്റ് നടത്തുന്നു. ആദ്യമായി IIT എയിംസ് ഇന്റഗ്രേറ്റഡ് 2-ഇയർ +2 പ്രോഗ്രാമിനെ നമുക്കൊന്ന് നോക്കാം. +1, +2വിനോടൊപ്പം 2 വർഷത്തെ സ്പെഷ്യൽ എൻട്രൻസ് ഓറിയന്റഡ് പരിശീലന രീതിയാണിത്. ഇതിന്റെ ലക്ഷ്യം നാം നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. 2024 +2വിന് ശേഷം എഞ്ചിനീയറിംഗ് മേഖലയാണ് നാം തിരഞ്ഞെടുക്കുന്നതെങ്കിൽ IIT ബാച്ചും, അല്ല +2വിന് ശേഷം മെഡിക്കൽ മേഖലയാണ് നാം തിരഞ്ഞെടുക്കുന്നതെങ്കിൽ എയിംസ് ബാച്ചും. IIT ബാച്ചിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് ആയിരിക്കും ബ്രില്യന്റിന്റെ ക്ലാസ്സുകൾ. എയിംസ് ബാച്ചിലാവട്ടെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയും. +2വിന് നിങ്ങൾക്ക് PCMG ഓപ്റ്റ് ചെയ്യുന്നതായിരിക്കും കൂടുതൽ അഭികാമ്യം. അത് നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് സെലക്ട് ചെയ്യാം. എൻട്രൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾക്ക് പുറമെ +2വിനും ഏറ്റവും ഉയർന്ന മാർക്ക് ലഭിക്കത്തക്ക രീതിയിലാണ് ഈ പ്രോഗ്രാം വിഭാവനം ചെയ്തിരിക്കുന്നത്. IIT ബാച്ചിലും എയിംസ് ബാച്ചിലും 2 തരത്തിലുള്ള പ്രോഗ്രാമുകളുണ്ട്, റെഗുലർ ബാച്ചും ഹൈബ്രിഡ് ബാച്ചും. എന്താണെന്ന് നമുക്ക് നോക്കാം. റെഗുലർ ബാച്ച് എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും ക്ലാസ്സുകളുള്ള റെസിഡൻഷ്യൽ ബാച്ചുകൾ. കേരള സിലബസ്, CBSE, ISC എന്നിങ്ങനെ പ്രത്യേകം ബാച്ചുകൾ. 10ാം ക്ലാസ് ബോർഡ് എക്സാമിന് ശേഷം തൊട്ട അടുത്ത ആഴ്ച തന്നെ ക്ലാസ്സുകൾ ആരംഭിച്ച് സ്കൂളുകളിൽ ക്ലാസ്സുകൾ ആരംഭിക്കുന്നത് വരെ എല്ലാ ദിവസവും ക്ലാസ്സുകൾ ഉണ്ടാവും. സ്കൂളുകളിലെ ക്ലാസ്സുകൾ ആരംഭിച്ചു കഴിഞ്ഞാൽ എല്ലാ ദിവസവും തിങ്കൾ മുതൽ വെള്ളി വരെ സ്കൂൾ സമയത്തിന് ശേഷം 3 മണിക്കൂർ വരെയെങ്കിലും ബ്രില്യന്റിന്റെ ക്ലാസ്സുകൾ ഉണ്ടാവും. ശനിയാഴ്ച മുഴുവൻ സമയവും ക്ലാസ് എടുക്കും. അത്യാവശ്യം ടോപ്പിക്സ് തീരുവാനുണ്ടെങ്കിൽ ചില ഞായറാഴ്ചകളിലും ക്ലാസ്സുകൾ ഉണ്ടാവും. അതുകൂടാതെ ഓണം, ക്രിസ്മസ്, സമ്മർ വെക്കേഷൻ ദിവസങ്ങളിലും ക്ലാസ്സുകൾ ക്രമീകരിക്കും. റെഗുലർ ബാച്ചുകളുടെ ക്ലാസ് സെന്ററുകൾ
തിരുവനന്തപുരം, കൊല്ലം, ചങ്ങനാശ്ശേരി, കോട്ടയം, മാന്നാനം, പാല, തൊടുപുഴ, എറണാകുളം, കൂത്താട്ടുകുളം, പെരുമ്പാവൂർ, തൃശൂർ, കോഴിക്കോട് എന്നിവിടങ്ങളിലായി 20ഓളം ക്ലാസ് സെന്ററുകളാണ് ഒരുക്കിയിരിക്കുന്നത്. ഇതിനടുത്തുള്ള സ്കൂളുകളിൽ നിങ്ങൾക്ക് +2 അഡ്മിഷൻ എടുത്താൽ മാത്രം മതിയാകും. ഓൺലൈനായി മാത്രം ഈ പ്രോഗ്രാം ചെയ്യാൻ സാധിക്കുകയില്ല. രണ്ടാമതായി നാം പറഞ്ഞ പ്രോഗ്രാം ഹൈബ്രിഡ് ബാച്ച്. എന്താണ് ഹൈബ്രിഡ് എന്ന് നമുക്ക് നോക്കാം. എല്ലാ ഞായറാഴ്ചകളിലും ക്ലാസ്സുകൾ ഉണ്ടാവും. രണ്ടാം ശനിയാഴ്ച ഉൾപ്പെടെ ചില ശനിയാഴ്ചകളിലും ഓണം, ക്രിസ്മസ്, സമ്മർ വെക്കേഷൻ ദിവസങ്ങളിലും ക്ലാസ്സുകൾ ക്രമീകരിക്കും. ഈ പ്രോഗ്രാമിന്റെ ക്ലാസ് സെന്ററുകൾ പാല, എറണാകുളം, തിരുവനന്തപുരം, തൃശൂർ എന്നീ സ്ഥലങ്ങളിലെ ബ്രില്യൻ ക്യാമ്പസുകളിൽ വെച്ചിട്ടാണ് പ്രോഗ്രാം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് സ്കൂളുകളിലും ഇതിനായി അഡ്മിഷൻ എടുക്കാം. അതിനുശേഷം ഞങ്ങളുടെ ബ്രില്യൻ ക്യാമ്പസിൽ ഏത് സിലബസിലുള്ള കുട്ടികൾക്കും ഹൈബ്രിഡ് ബാച്ചിനായി അറ്റൻഡ് ചെയ്യാം. ഇനി നമുക്ക് ഈ ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാമിലോട്ട് എലിജിബിലിറ്റി എന്താണെന്ന് നോക്കാം. ഏറ്റവും കഴിവുള്ള, ഹാർഡ് വർക്ക് ചെയ്യുവാൻ മനസ്സുള്ള എന്ന് പറഞ്ഞാൽ ആഗ്രഹത്തിനപ്പുറം തികഞ്ഞ ഇച്ഛാശക്തി ഉള്ളവർക്കായി ഈ പ്രോഗ്രാം അറേഞ്ച് ചെയ്തിരിക്കുന്നു. ഈ പ്രോഗ്രാമിലോട്ടുള്ള സെലക്ഷൻ രീതി ബ്രില്യന്റ് നേരിട്ട് നടത്തുന്ന സ്ക്രീനിംഗ് ടെസ്റ്റിന്റെ റാങ്ക് വഴി മാത്രമാണ് അഡ്മിഷൻ. 8, 9, 10 ക്ലാസ്സുകളിലെ ഫിസിക്സ്, കെമിസ്ട്രി ആൻഡ് മാത്തമാറ്റിക്സിന്റെ വിവിധ ടോപ്പിക്സ് ഉൾക്കൊള്ളിച്ചുകൊണ്ട് ബ്രില്യൻ തയ്യാറാക്കിയ പ്രത്യേക സിലബസ് അനുസരിച്ചാണ് സ്ക്രീനിംഗ് ടെസ്റ്റ്. പ്രത്യേകിച്ച് ഒരു സിലബസിനും, അതായത് കേരള, CBSE, ICC വേർതിരിച്ച് പ്രാധാന്യം കൂടുതൽ ലഭിക്കാതെയാണ് ഈ സിലബസ് തയ്യാറാക്കിയിരിക്കുന്നത്. IIT ബാച്ചിലോട്ടും എയിംസ് ബാച്ചിലോട്ടും ഇതേ സിലബസ് അനുസരിച്ചുള്ള ഈ സ്ക്രീനിംഗ് ടെസ്റ്റ് ക്വാളിഫൈ ചെയ്താൽ മതിയാകും. വർഷത്തിൽ 2 പ്രാവശ്യം ഈ ടെസ്റ്റ് ഉണ്ടാവും. ആദ്യ ടെസ്റ്റ് 2021 ഒക്ടോബർ 9-നും രണ്ടാമത്തേത് 2021 ഡിസംബറിലോ 2022 ജനുവരിയിലോ ആയിരിക്കും നടത്തുക. IIT ബാച്ചിലേക്കും എയിംസ് ബാച്ചിലേക്കും ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് ആണ് ടെസ്റ്റിന്റെ സിലബസ്. ബയോളജി ഉൾപ്പെടുത്തിയിട്ടില്ല. കുട്ടികളുടെ അഭിരുചി അളക്കാൻ മാത്തമാറ്റിക്കൽ എബിലിറ്റിയാണ് ഏറ്റവും അഭികാമ്യം. അതുകൊണ്ടാണ് PCM മോഡലിൽ എക്സാം നടത്തുവാൻ തീരുമാനിച്ചിരിക്കുന്നത്. മൊത്തം 60 ചോദ്യങ്ങളാണ് ഈ ടെസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഫിസിക്സ് 20, കെമിസ്ട്രി 20, മാത്തമാറ്റിക്സ് 20 എന്നിങ്ങനെ മൊത്തം 60 ചോദ്യങ്ങൾ 120 മിനിറ്റ് ആയിരിക്കും സമയം അനുവദിച്ചിരിക്കുക. ഓരോ സബ്ജക്റ്റിലും ഉൾപ്പെടുത്തിയിരിക്കുന്ന 20 ചോദ്യങ്ങളിൽ 15 MCQവും 5 ന്യൂമറിക്കൽ ടൈപ്പ് ചോദ്യങ്ങളും ആയിരിക്കും. 15 MCQവിന് ശരി ഉത്തരത്തിന് 4 മാർക്കും തെറ്റായ ഉത്തരത്തിന് -1 ആയിരിക്കും മാർക്കിംഗ് സ്കീം. ന്യൂമറിക്കൽ ചോദ്യങ്ങൾക്ക് നെഗറ്റീവ് മാർക്കില്ല. ശരി ഉത്തരത്തിന് 4 മാർക്ക്. അങ്ങനെ മൊത്തം 240-ലായിരിക്കും സ്ക്രീനിംഗ് ടെസ്റ്റ് നടക്കുന്നത്. ഈ ടെസ്റ്റിന് കേരളത്തിലെ എല്ലാ ജില്ലകളിലും എക്സാം സെന്ററുകൾ ഉണ്ടാവും. എക്സാം സെന്ററുകളിൽ വന്ന് പെൻ ആൻഡ് പേപ്പർ മെത്തേഡിൽ ഓഫ്ലൈനായി നടത്തണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. കോവിഡിന്റെ പശ്ചാത്തലം മാറി ഗവൺമെന്റ് അനുവദിച്ചാൽ മാത്രമേ ഒക്ടോബറിൽ ഓഫ്ലൈൻ പരീക്ഷ നടത്തുവാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ നടന്നാൽ ഈ ടെസ്റ്റ് സ്കോളർഷിപ്പ് കം സ്ക്രീനിംഗ് ടെസ്റ്റ് ആയിരിക്കും. കൂടാതെ ഈ ടെസ്റ്റിന്റെ റാങ്കിന്റെ മാത്രം അടിസ്ഥാനത്തിലായിരിക്കും അഡ്മിഷനും. കൂടാതെ +1-ന് മിനിമം 20,000 രൂപ മുതൽ മുഴുവൻ കോഴ്സ് ഫീസും ഇളവ് ഉൾപ്പെടെ സ്കോളർഷിപ്പിനും ആദ്യ സ്ഥാനക്കാർക്ക് 10 ലക്ഷം, രണ്ടാം സ്ഥാനക്കാർക്ക് 5 ലക്ഷം, മൂന്നാമത് 4 ലക്ഷം, നാലാം സ്ഥാനക്കാർക്ക് 3 ലക്ഷം രൂപയുടെ സ്കോളർഷിപ്പിനും അവസരമുണ്ടായിരിക്കും. കോവിഡിന്റെ പ്രതിസന്ധി തരണം ചെയ്യുവാൻ ഒക്ടോബറിൽ നമുക്ക് സാധിച്ചില്ല എങ്കിൽ റിമോട്ട് പ്രൊട്ടക്റ്റഡ് സിസ്റ്റത്തിൽ ഞങ്ങളുടെ കൃത്യമായ നിരീക്ഷണത്തിൽ നിങ്ങൾക്ക് വീടുകളിലിരുന്ന് സ്ക്രീനിംഗ് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഇത് സ്കോളർഷിപ്പിന് മാത്രം പരിഗണിക്കുകയില്ല. ക്ലാസുകൾ തുടങ്ങി അനുയോജ്യമായ സമയത്ത് സ്കോളർഷിപ്പ് ടെസ്റ്റ് നടത്തി
മുൻപ് പറഞ്ഞ സ്കോളർഷിപ്പ് മുഴുവൻ നൽകുന്നതാണ്. അഡ്മിഷൻ ടെസ്റ്റിന്റെ മാർക്കിന് പുറമെ സബ്ജക്റ്റ് വൈസ് ഇന്റർവ്യൂവിന്റെ മാർക്ക് കൂടി പരിഗണിച്ചായിരിക്കും അഡ്മിഷൻ എന്ന് മാത്രം. 240 മാർക്കുള്ള സ്ക്രീനിംഗ് ടെസ്റ്റിന് ശേഷം ഇന്റർവ്യൂ ഓരോ സബ്ജക്റ്റിനും 40 മാർക്ക് വീതം 120 മാർക്കും കൂടി ആഡ് ചെയ്തായിരിക്കും റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നത്. സ്ക്രീനിംഗ് ടെസ്റ്റിന് അപ്ലൈ ചെയ്ത് ഫീസ് അടച്ചു കഴിഞ്ഞ എല്ലാ കുട്ടികൾക്കും 3-4 മോക്ക് ടെസ്റ്റ് അവസരം നൽകുന്നതാണ്. ഈ സിസ്റ്റം ഫെമിലിയർ ആകുവാൻ വേണ്ടിയിട്ടാണത്. ഈ പ്രോഗ്രാമിന്റെ വിശദ വിവരങ്ങൾക്ക് പേരൻസിന് മനസ്സിലാക്കുവാൻ വേണ്ടി വെർച്വൽ ഓറിയന്റേഷൻ പ്രോഗ്രാമും ബ്രില്യൻ പാല അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അഡ്മിഷൻ എടുക്കുന്ന കുട്ടികൾക്ക് എല്ലാവർക്കും തന്നെ രണ്ടാമത്തെ ടെസ്റ്റും വേണമെങ്കിൽ അറ്റൻഡ് ചെയ്യാം. റാങ്ക് ഇംപ്രൂവ്മെന്റ് ചെയ്ത് സ്കോളർഷിപ്പ് ഉയർത്തുന്നതിനും അഡ്മിഷൻ സെന്ററുകൾ ചേഞ്ച് ചെയ്യുന്നതിനും ഇത് നിങ്ങൾക്ക് ഉപകരിക്കും. ടെസ്റ്റിന് അപ്ലൈ ചെയ്യുവാൻ www.brilliantpala.org എന്ന ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ ബുള്ളറ്റിൻ അതിൽ ഉണ്ട്. കോഴ്സിന്റെ ഡീറ്റെയിൽസ്, സിലബസ്, കോഴ്സിന്റെ ഫീസ് സ്ട്രക്ചർ, സ്കോളർഷിപ്പ് സ്കീം എന്നിവ നിങ്ങൾ കൃത്യമായി വായിച്ച് മനസ്സിലാക്കുക. ഓൺലൈനായി അപ്ലൈ ചെയ്യുവാൻ വെബ്സൈറ്റിലെ സ്റ്റുഡന്റ് പോർട്ടൽ രജിസ്ട്രേഷൻ എന്ന ലിങ്കിൽ സൈനപ്പ് ചെയ്യുക. കുട്ടിയുടെ പേര്, മൊബൈൽ നമ്പർ, ഇമെയിൽ അഡ്രസ്സ്, പിന്നീട് ലോഗിൻ ചെയ്യുന്നതിന്റെ ആവശ്യത്തിലേക്കായി ഒരു പാസ്വേഡ് എന്നിവ എൻറ്റർ ചെയ്യുക. അതിനുശേഷം സ്ക്രീനിംഗ് ടെസ്റ്റ് 2024 ഫോർ IIT എയിംസ് 10th സ്റ്റഡിയിങ് 2021 എന്ന് സെലക്ട് ചെയ്ത് സബ്മിറ്റ് ചെയ്യാം. മൊബൈലിലും ഇമെയിലിലും സ്റ്റുഡന്റ് ID-യും പാസ്വേഡും അലേർട്ടായി എത്തും. അതിനുശേഷം ഡീറ്റെയിൽസ് എല്ലാം എൻറ്റർ ചെയ്ത് കാൻഡിഡേറ്റിന്റെ ഫോട്ടോ കൂടി അപ്ലോഡ് ചെയ്ത് കൺഫേം റിക്വസ്റ്റ് ചെയ്യുക. ആപ്ലിക്കേഷൻ ഫീ 650 രൂപയാണ്. ഓൺലൈനായിട്ട് ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ്, നെറ്റ് ബാങ്കിംഗ് മുഖാന്തരമോ ഓഫ്ലൈൻ പേയ്മെന്റ് സെലക്ട് ചെയ്ത് ബ്രില്യന്റിന്റെ ചെല്ലാൻ പ്രിന്റ് ഔട്ട് എടുത്ത് സൗത്ത് ഇന്ത്യൻ ബാങ്ക് വഴിയോ നിങ്ങൾക്ക് പേയ്മെന്റ് ചെയ്യാം. ഓൺലൈൻ പേയ്മെന്റ് ആണ് ചെയ്യുന്നതെങ്കിൽ അപ്പോൾ തന്നെ നിങ്ങൾക്ക് പേയ്മെന്റ് റെസിപ്റ്റ് കിട്ടും. ബാങ്ക് ത്രൂ ആണ് നിങ്ങൾ പേയ്മെന്റ് ചെയ്യുന്നതെങ്കിൽ ബാങ്കിന്റെ അടുത്ത പ്രവൃത്തി ദിവസമായിരിക്കും പേയ്മെന്റ് റെസിപ്റ്റ് ആവുക. ഏത് രീതിയിലായാലും ബിൽ ജനറേറ്റ് ചെയ്ത് ഡൗൺലോഡ് ചെയ്ത് വെക്കുക. ഇത്രയുമായാൽ ഓൺലൈൻ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ആവും. ബ്രില്യന്റിൽ ഫൗണ്ടേഷൻ ക്ലാസ് 10 പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾ വീണ്ടും വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യേണ്ടതായിട്ടില്ല. സ്റ്റുഡന്റ് പോർട്ടലിൽ സ്റ്റുഡന്റ് ID-യും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത് കോഴ്സ് എന്ന ലിങ്കിൽ അപ്ഡേറ്റ് ക്വാളിഫിക്കേഷനകത്ത് സ്ക്രീനിംഗ് ടെസ്റ്റ് 2024 എന്ന് കൊടുത്ത് കൺഫേം റിക്വസ്റ്റ് ചെയ്തതിനു ശേഷം 350 രൂപ ആപ്ലിക്കേഷൻ ഫീസ് അടച്ചാൽ മതിയാകും. ഒക്ടോബർ ആദ്യ ആഴ്ച ഹോൾ ടിക്കറ്റ് അവൈലബിൾ ആകും. നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് brilliantpala.org എന്ന ഞങ്ങളുടെ വെബ്സൈറ്റിലെ സ്റ്റുഡന്റ് പോർട്ടലിൽ സ്റ്റുഡന്റ് ID-യും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത് ഹോൾ ടിക്കറ്റ് എടുക്കാം. നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് ഇൻഫർമേഷൻ ബുള്ളറ്റിനിലെ ഹെൽപ്പ് ലൈൻ നമ്പറുകളിലോ അല്ലെങ്കിൽ 04822206100 എന്ന ഞങ്ങളുടെ ഹെൽപ്പ് ലൈൻ നമ്പറിലോ എപ്പോൾ വേണമെങ്കിലും കോൺടാക്ട് ചെയ്യുകയും ആവാം. നമ്മുടെ കുട്ടികളുടെ അഡ്മിഷൻ IIT-കളിലോ NIT-കളിലോ എയിംസിലോ എവിടെയും ആവട്ടെ, ഇച്ഛാശക്തിയുള്ള ഒരു ജനതയെ വാർത്തെടുക്കുവാൻ ബ്രില്യൻ പാലയുടെ കൂടെ നിങ്ങൾക്ക് അണിചേരാം. 2020 വരെയുള്ള ബ്രില്യന്റിന്റെ വിജയ ചരിത്രം നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഞാനിപ്പോൾ അത് ആവർത്തിക്കുന്നില്ല. 2021 ഇതുവരെ ഫലം പ്രഖ്യാപിച്ച JEE മെയിൻ്റെ 2 സെക്ഷനുകളിലും കേരള ടോപ്പേഴ്സ് അടക്കം 99% മുകളിൽ കിട്ടിയ കുട്ടികളെയും നിങ്ങൾക്ക് പരിചയപ്പെട്ട് കാണും. ഏറ്റവും അവസാനം ഫലം പ്രഖ്യാപിച്ച കുസാറ്റ് 2021 റിസൾട്ടിൽ ആദ്യത്തെ 15 റാങ്കിൽ 14 റാങ്കും ബ്രില്യന്റിലെ ചുണക്കുട്ടികൾക്ക് തന്നെയാണ്. അടുത്ത ഊഴം നിങ്ങളുടേതാണ്. നമുക്കൊരുമിച്ച് വിജയഗാഥകൾ രചിക്കാം. ബ്രില്യൻ പാല കൂടെയുണ്ട്. ഒപ്പം ആയിരക്കണക്കിന് മാതാപിതാക്കളുടെ പ്രാർത്ഥനയും. സ്വാഗതം IIT എയിംസ് 2024. നന്ദി, നമസ്കാരം.